ഓക്കെ, ലിനക്സ് ഫണ്ടമെൻ്റൽസ് പാർട്ട് 4 നമ്മൾ പോകണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ബാൻഡിത്ത് ഓവർ ദ വയർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ ലിനക്സ് ഫണ്ടമെൻ്റൽസ് പഠിക്കാനായിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓരോ ലാബ് ക്ലിയർ ചെയ്യുമ്പം നമുക്ക് ഓരോ അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഒരു പാസ്വേഡ് കിട്ടും. അപ്പോൾ ലിനക്സിൻ്റെ കമാൻഡ്സ് അതിനകത്ത് ലേൺ ചെയ്യുകയും ചെയ്യാം. അതിനൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിലോട്ട് ആക്സസ് കിട്ടണേ, റിമോട്ട്ലി എങ്ങനെ നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിലോട്ട് ആക്സസ് നേടാൻ പറ്റും, എന്നിട്ട് അങ്ങനെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലിനക്സിലെ കമാൻഡ് യൂസ് ചെയ്ത് ക്ലൂസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതും ബേസ് ചെയ്തോടെ ഒരു സൈബർ സെക്യൂരിറ്റി ബേസ് ചെയ്തൊരു ലാബാണ് ഈ ബാൻഡിത്ത് ഓവർ ദ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ വെബ്സൈറ്റിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റ്. ഇതിനകത്ത് ലെവൽ 0 to ലെവൽ 30 വരെ ഉണ്ട്, ലെവൽസ് 34 വരെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഫണ്ടമെൻ്റൽസിൽ മാക്സിമം ഒരു 20 ലാബ്സാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ലെവൽ 0 to 20 വരെ ഒരു കറക്റ്റ് ഒരു വാക്ക് ത്രൂ പോലെയാണ് ഈ ലാബ് പോണേ. അപ്പോൾ ആദ്യം നമുക്ക് ലെവൽ 0 പോവാം. അപ്പോൾ ലെവൽ 0 പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡിത്തിൻ്റെ SSH വഴി കയറാനാണ്. SSH എന്ന് പറഞ്ഞാൽ സെക്യൂർ ഷെല്ലാണ്. അപ്പോൾ ഈ SSH എന്ന് പറഞ്ഞാൽ റിമോട്ട്ലി എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിലോട്ട് SSH വഴിയാണ് റിമോട്ട്ലി നമ്മൾ ആക്സസ് ചെയ്യണേ. അപ്പം ഒരു സെർവർ ഇപ്പോൾ SSH എനേബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് ആ സിസ്റ്റത്തിലോട്ട് റിമോട്ട്ലി നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും SSH യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ സെർവർ നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ SSH യൂസ് ചെയ്യണത്. അപ്പോൾ SSH യൂസ് ചെയ്യണമെങ്കിലുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂസർ നെയിം വേണം, രണ്ടാമതൊന്ന് IP അല്ലെങ്കിൽ URL വേണം, അല്ലെങ്കിൽ പിന്നെ തേർഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് വേണം. ഇപ്പം SSH റൺ ചെയ്യുന്ന ഒരു പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 22 ഡീഫോൾട്ടാണ്. അപ്പോൾ ഡീഫോൾട്ട് പോർട്ട് നമ്പർ 22 ഈ SSH റൺ ചെയ്യണേ. ചില കേസിൽ ചില സെർവറുകൾ ആ ഡീഫോൾട്ട് 22 മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പോർട്ട് നമ്പർ വെക്കും. സോ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ SSHൽ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ യൂസർ നെയിം വേണം, പിന്നെ ആ URL അല്ലെങ്കിൽ IP വേണം, പിന്നെ പാസ്വേഡ് വേണം. അഥവാ പോർട്ട് നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ആ പോർട്ട് നമ്പർ കൂടി വേണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂസർ നെയിം ഉണ്ടോ എന്ന് നോക്കാം. യൂസർ നെയിം ഇതിനകത്ത് ബാൻഡിറ്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് നോക്കാം, പാസ്വേഡും ബാൻഡിറ്റ് 0 പറഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ URL കൂടി തന്നിട്ടുണ്ട്. ഇതാണ് ആ URL. പിന്നെയാണ് പോർട്ട് നമ്പർ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഡീഫോൾട്ട് 22 അല്ല 2220 ആണ് പോർട്ട് നമ്പർ എന്ന്. അപ്പോൾ ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സെർവർ, അതായത് ബാൻഡിത്ത് 0 എന്ന് പറഞ്ഞൊരു യൂസർ നെയിം റൺ ചെയ്യുന്ന ആ സെർവറിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ടെർമിനലിലോട്ട് പോവാം. അപ്പം SSH ഇതാണ് ആ കമാൻഡ്. അപ്പോൾ ഇതിനകത്ത് SSH, അപ്പം ഈ SSH റൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യൂസർ നെയിം വേണം, യൂസർ നെയിം, പിന്നെ @ ഉണ്ട്, പിന്നെ IP അല്ലെങ്കിൽ URL വേണം, പിന്നെ പോർട്ട് നമ്പർ വേണം -P, ഒരു പോർട്ട് നമ്പർ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പോർട്ട് നമ്പർ ഇതിനകത്ത് 2220 ആണ് പറഞ്ഞേക്കണേ. URL തന്നിട്ടുണ്ട് bandit.labs. അപ്പോൾ URLയുടെ പകരം അല്ലെങ്കിൽ IP-യുടെ പകരം അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസർ നെയിം തന്നിട്ടുണ്ട് ബാൻഡിറ്റ് 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കമാൻഡ്. ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ടെർമിനലിൽ കൊണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. ബാൻഡിറ്റ് SSH സ്പേസ് bandit 0 @URL -P 2220 എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പം പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കയറുവാണെങ്കിൽ യെസ് ഓർ നോ ചോദ്യം വരും. യെസ് കണ്ടിന്യൂ ചെയ്യുക, എന്നിട്ട് പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. പാസ്വേഡും നമ്മുടെ ഈ ലാബിൽ തന്നിട്ടുണ്ട്. പാസ്വേഡ് ഈസ് bandit 0 ആണ് തന്നേക്കണേ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക bandit 0. പാസ്വേഡ് എഴുതി വരത്തില്ല, കാരണം പ്രൈവസി ഇഷ്യൂ ആയതുകൊണ്ട് ഹിഡൻ ആയിരിക്കും. ബട്ട് ടൈപ്പിംഗ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം കേട്ടോ. വൺസ് ടൈപ്പ് കറക്റ്റ് ആണെങ്കിൽ എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം കാളിയുടെ സിസ്റ്റത്തിൽ ജമ്പ് ചെയ്ത് നിങ്ങൾ നേരെ അവരുടെ സിസ്റ്റത്തിലോട്ട് കയറി. അപ്പോൾ അവരുടെ സിസ്റ്റത്തിലുള്ള ഏക ഒരു പ്രൂഫ് എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൻ്റെ യൂസർ നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും bandit 0 എന്ന് പറഞ്ഞു.
അപ്പോൾ ഇത് നിങ്ങളുടെ സിസ്റ്റം അല്ല, അവരുടെ സിസ്റ്റമാണ്.